പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ ഒന്നാം പ്രതി സ്നേഹതീരം വീട്ടിൽ രാഹുൽ പി ഗോപാലിനെ തിരിച്ചെത്തിക്കാനുള്ള സിബിഐ ഡയറക്ടറുടെ അപേക്ഷ ഇന്റർപോളിന് ലഭിച്ചു. എംബസി മുഖേന രാഹുലിനെ ഇവിടേക്കെത്തിക്കാൻ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ നൽകിയ അപേക്ഷയാണ് ഇന്റർപോളിന് ലഭിച്ചതായുള്ള അറിയിപ്പ് കേരള പോലീസിന് ലഭിച്ചത്. പന്തീരങ്കാവിൽ നവവധു ഗാർഹിക പീഡനത്തിനിരയായ കേസിൽ ഒന്നാം പ്രതിയായ പന്നിയൂർക്കുളം തെക്കേ വള്ളിക്കുന്ന് സ്നേഹതീരം വീട്ടിൽ രാഹുൽ പി ഗോപാലിനെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കണമെന്ന സിബിഐ ഡയറക്ടറുടെ അപേക്ഷ ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ അഥവാ ഇന്റർപോളിന് ലഭിച്ചതായാണ് അറിയിപ്പ്. ഇത് സംബന്ധിച്ച അറിയിപ്പ് സിബിഐയിൽ നിന്ന് കേരള പോലീസിന് ലഭിച്ചതായാണ് സൂചന. ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം സ്ഥിരീകരിച്ചു. നിലവിൽ ജർമ്മനിയിലേക്ക് കടന്ന രാഹുലാണ് കേസിലെ ഒന്നാം പ്രതി. എംബസി മുഖേന രാഹുലിനെ ഇവിടേക്കെത്തിക്കാൻ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ നൽകിയ അപേക്ഷയാണ് ഇന്റർപോളിന്റെ ആസ്ഥാന ഓഫീസായ ഫ്രാൻസിലെ ലിയോണിൽ എത്തിയതായി സ്ഥിരീകരിച്ചത്. ഏറെ കാലതാമസമില്ലാതെ രാഹുൽ പി ഗോപാലിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. രാഹുലിനെ ഇവിടെ എത്തിച്ചെങ്കിൽ മാത്രമേ ഗാർഹിക പീഡനക്കേസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കൂ. അതേസമയം കേസിലെ തൊണ്ടി സാധനങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലം വൈകുന്നത് കോടതിയിൽ കുറ്റപത്രം നൽകുന്നത് അനിശ്ചിതത്വത്തിലാക്കിയിട്ടുണ്ട്. കോഴിക്കോട്ടെ റീജിയണൽ കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയിലെ RCEL ജീവനക്കാരുടെ കുറവും പരിശോധനാ യന്ത്രങ്ങൾ കാലപ്പഴക്കത്താൽ കൃത്യതയില്ലാത്തതും കാരണം സമയബന്ധിതമായി റിപ്പോർട്ട് ലഭിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ കാരണം കൊണ്ട് എന്ന് കുറ്റപത്രം നൽകാൻ കഴിയുമെന്നതിൽ പോലീസിനും വ്യക്തതയില്ല. മെയ് 5-നാണ് എറണാകുളം സ്വദേശിനിയായ യുവതിയും രാഹുലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത്. 6 ദിവസത്തിന് ശേഷം യുവതിയുടെ മാതാപിതാക്കളും മറ്റ് ബന്ധുക്കളും രാഹുലിന്റെ വീട്ടിൽ വിരുന്നെത്തിയപ്പോഴാണ് പീഡന വിവരം പുറത്തുവരുന്നത്. തുടർന്നാണ് രക്ഷിതാക്കളുടെ പരാതിയിൽ പന്തീരങ്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.